ഒരു നിമിഷം കൊണ്ടെല്ലാം മാറിമറിഞ്ഞു. മല എലിയെ പ്രസവിച്ചതുപോലെയായി കാര്യങ്ങൾ. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP അതിന്റെ നേതാവ് അഭിജിത് ദീപ്കെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ മുതൽ വലിയ സംഘർഷം പ്രതീക്ഷിച്ചിരുന്ന ചാനലുകൾക്കും പ്രതിപക്ഷ കക്ഷികൾക്കുമെല്ലാം നിരാശ സമ്മാനിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ വമ്പൻ ട്വിസ്റ്റ് പൂഴിക്കടകൻ. ഇന്ന് ദില്ലി പോലീസ് ഈ CJPക്ക് അതായത് പാർട്ടികൾക്ക് പ്രതിഷേധം ജന്തർ മന്ദിറിൽ പ്രതിഷേധം നടക്കാനുള്ള അനുമതി കൊടുത്തു. ഇതൊരു വലിയ ട്വിസ്റ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജന്തർ മന്ദിറിൽ പ്രതിഷേധങ്ങളോ മറ്റോ സംഘടിപ്പിക്കുന്നതിന് 7 ദിവസം മുൻപ് അപേക്ഷ സമർപ്പിക്കണം, എങ്കിൽ മാത്രമേ അനുമതി നൽകൂ എന്നുള്ള സുപ്രീം കോടതി വിധി നിലനിൽക്കെ തന്നെയാണ് പോലീസ് ഇവർക്ക് ഇപ്പോൾ പ്രതിഷേധിക്കാൻ അനുമതി കൊടുത്തത്. അതുമാത്രവുമല്ല, എയർപോർട്ടിൽ ഈ അഭിജിത് ദീപ്കയെ എസ്കോർട്ട് കൊടുത്തുകൊണ്ട്, സംരക്ഷണം കൊടുത്തുകൊണ്ട് ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് പോലീസ് എത്തിക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ പോലീസിന്റെയൊക്കെ ഒരു സ്വീകരണം പോലെയാണ് ചില മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉടൻ തന്നെ ഈ CJP പാർട്ടിയുടെ ഇല്ലെങ്കിൽ CJP എന്ന സംഘടനയുടെ ഒരു ആഹ്വാനം വന്നിട്ടുണ്ട്. പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനടുത്ത് ഒത്തുകൂടാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അവിടെ ഒത്തുകൂടേണ്ട ആവശ്യമില്ല, എല്ലാവരും ജന്തർ മന്ദിറിലേക്ക് എത്തൂ എന്നാണ്. ഏതായാലും വലിയ ആവേശഭരിതരായ സംഘാംഗങ്ങൾ ഇല്ലെങ്കിൽ പരിപാടിയുടെ സംഘാടകരിൽ ഇപ്പോൾ സോനം വാങ്ചുക് മാത്രമാണ് ആവേശത്തോടെ കൂടെ ഉള്ളത്. പ്രതിപക്ഷം ഇതിലൊരു വലിയ അപകടം മണക്കുന്നുണ്ട്. കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പുതിയ ഒരു ജെൻസി കൂട്ടം അവർ വന്നത് ഏറ്റെടുക്കുന്നു. അവർ സമരമുഖത്തേക്ക് വന്നാൽ നാളെ പ്രതിപക്ഷത്തിന് വലിയ റോൾ ഈ രാജ്യത്തുണ്ടാകില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ആവേശം പ്രകടിപ്പിച്ചിരുന്ന പല പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും ഇപ്പോൾ വലിഞ്ഞു നിൽക്കുകയാണ്. കാരണം ഇതെങ്ങാനും ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കഞ്ഞിയിൽ പാറ്റയിടലായിരിക്കും ഫലം. അതുകൊണ്ട് തന്നെയാണ് അവർ വലിഞ്ഞു നിൽക്കുന്നത്. ഇതിനിടയിൽ ചില ദോഷേക ദൃക്കുകൾ പറയുന്നുണ്ട്, ഈ അണ്ണാമലയെ പോലെ തന്നെ ഈ CJPയും BJPയുടെ ഒരു സൃഷ്ടിയാണ്. കാരണം ഇത്തരത്തിൽ BJP പല വിസ്മയങ്ങളും കാണിച്ച് അധികാരത്തിൽ എത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. പണ്ട് ജന്തർ മന്ദിറിൽ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഗുണഭോക്താക്കളും BJP ആയിരുന്നു. അങ്ങനെ ഇവരുടെ മറ്റു പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി ഇങ്ങനെ ആളുകളെ ഒക്കെ കബളിപ്പിച്ച് നേട്ടം കൊയ്യുന്ന ഒരു പാർട്ടി കൂടിയാണ് BJP. അതുകൊണ്ട് ഈ CJPയുടെ കാര്യത്തിൽ ആരും വലിയ ആവേശം കാണിക്കേണ്ട, അതിന്റെ കൂട്ടത്തിൽ പോകണ്ട എന്നൊരു നിർദ്ദേശവും ചില ബുദ്ധി കേന്ദ്രങ്ങൾ തങ്ങളുടെ അനുയായികൾക്ക് നൽകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.